കഴിഞ്ഞില്ല പൊന്നോ എന്നാ പോകുന്നുണ്ട്. ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉച്ചക്ക് എന്നുള്ള കുറച്ച് പരിപാടിയാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ പോയിട്ട് നല്ല ബീഫൊക്കെ വാങ്ങാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയ ബീഫ് നല്ല അടിപൊളി ബീഫാണ് കേട്ടോ. പിന്നെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ നല്ലത് കിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഏതായാലും പോയപ്പോൾ നല്ല ബീഫാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനങ്ങനെ നുറുക്കാനൊക്കെ നിന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മ ഞങ്ങളോട് പറഞ്ഞു എന്നാൽ നമുക്കിന്ന് ബീഫ് ഏതായാലും കിട്ടിയല്ല, അപ്പോൾ ഇന്ന് നമുക്കിന്ന് നെയ്ച്ചോറ് വെക്കാൻ പറഞ്ഞിട്ട് ഇമ്മ അതാ ചോറൊക്കെ വെക്കണ പരിപാടിയിലാണ് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ ഏതായാലും ഇതിന് മുന്നേ ഞാൻ നെയ്ച്ചോറൊക്കെ വെച്ച വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാട്ടി തന്നതല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ നെയ്ച്ചോറ് വെക്കണത് അങ്ങനെ ഫുള്ളായിട്ടൊന്നും കാണിച്ചു തരുന്നില്ല കേട്ടോ. അത് അങ്ങനെ ബീഫൊക്കെ നുറുക്കിയതാ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അമ്മ അത് കുക്കറിൽ വെക്കണം. ഇന്നാണിപ്പോൾ ഞങ്ങൾക്ക് മജ്ലിസിനൂറുള്ള ദിവസമാണ് കേട്ടോ. നമ്മൾ അവിടെ അടുത്ത് തന്നെ മദ്രസിലാണ് മജ്ലിസിനൂറ്. കുട്ടികൾ പഠിക്കുന്ന മദ്രസിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ നിങ്ങളാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ മജ്ലിസിനൂറിൽ നിങ്ങളാരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പം അതാ ഞാൻ വർത്തമാനത്തിൻ്റെ ഇടയിൽ അത് പറഞ്ഞില്ല അല്ലേ അമ്മ. അതാ ബീഫിൽ മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, അതുപോലെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചാച്ചാണ് ഇടാൻ പോണത്. ചാച്ചിയിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഉമ്മ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി, വലിയ ജീരകം, അതുപോലെ കുരുമുളക് അങ്ങനത്തെയൊക്കെ ചതച്ചതാണ് കേട്ടോ. അതിൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ ബീഫ് വെക്കൽ? ഉമ്മ ഇങ്ങനെയാണ് കേട്ടോ വെക്കൽ. അതാണ് നിങ്ങൾക്ക് കാട്ടി തരുന്നത്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വെക്കണമെന്ന് പ്രതീക്ഷിക്കണു. അപ്പോൾ അമ്മൻ അതിൻ്റെ ഇടയിൽ തക്കാളി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ പച്ചമുളക്, വേപ്പിൻ്റെ ഇല, പുതിനയുടെ ഇല ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് കാക്ക കടിയിൽ നിന്ന് വന്നത്. കടിയിൽ നിന്ന് വന്നുമ്പോൾ ഓന് അതാ വേപ്പിൻ്റെ ഇലയും മല്ലിയിലയും പുതിനയുടെ ഇലയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ആട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉമ്മ കണ്ടപ്പോൾ അതിനൊരു തണ്ട് പുതിനയുടെ ഇലയും അതുപോലെ വേപ്പിൻ്റെ ഇലയും മല്ലിയിലൊക്കെ എടുത്തിട്ട് ഈ മയിലേക്ക് നന്നായി കഴുകിയിട്ട് ഇതാ പിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ബീഫൊക്കെ വെക്കുമ്പോൾ നമുക്ക് പുതിനയുടെ ഇല അത്യാവശ്യം ഇടണം. അതുപോലെ തന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫ് ഇത് ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നെയ്ച്ചോറാണ്. അപ്പോൾ ബീഫ് അടുപ്പത്ത് വെച്ചാൽ അതൊക്കെ റെഡി ചെയ്ത നെയ്ച്ചോറും അതുപോലെ നമ്മളെ ബീഫും തൈരും ഉണ്ടാക്കിയിട്ടുണ്ട്, ഉള്ളിയും തൈരും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിച്ചു. കുട്ടികളൊക്കെ സ്കൂൾക്ക് പോയിക്കായിരുന്നു. കുട്ടികൾ സ്കൂളിൽ തന്നിട്ട് ഓലിക്കുള്ളതും കൊടുത്തു. പിന്നെ അതൊരു 6:30 6:45 ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മജ്ലിസിനൂറിന് ഞങ്ങൾ മാറ്റാണ് കേട്ടോ. കഴിഞ്ഞില്ല പൊന്നോ എന്നാ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ പൊന്നിട്ടിക്കണത് പർദ്ദ. അങ്ങനെ ഞാനും മാറ്റി മജ്ലിസിനൂറിന് പോയിട്ട് വരാം. അങ്ങനെ ഇതാ ഞങ്ങൾ മജ്ലിസിനൂറിന് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് അപ്പോൾ നോക്കുമ്പോണ്ട് ഇവിടുത്തെ ഈ കറണ്ടിൻ്റെയൊക്കെ നമ്മളെ കമ്പി ഉണ്ടാവില്ലേ കേബിള്, അതും ഇതാ 2 പ്രാവ് ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എടുത്തതാണ്, കാണുന്നത് അറിയില്ല. പിന്നെ ഞങ്ങൾ മജ്ലിസിനൂർ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ മദ്രസ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ മദ്രസയിലുണ്ടെങ്കിൽ അങ്ങനെ മജ്ലിസിനൂർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മജ്ലിസിനൂറിന് പോയിട്ട് വരട്ടെ. അങ്ങനെ ഞങ്ങളിതാ മജ്ലിസിനൂറിൻ്റെ ഇവിടെ എത്തിയിട്ടോ. അതാണ് ഇപ്പോൾ ഞങ്ങളെ കുട്ടികൾ പഠിക്കണം മദ്രസയാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ വെച്ച് എല്ലാ മാസത്തിലൊരിക്കൽ മജ്ലിസിനൂറുണ്ടാവും. പിന്നെ ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഇരുന്നൊരു 9:30 ആയപ്പോൾ മജ്ലിസിനൂർ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് ചോറ് കിട്ടും കേട്ടോ. മജ്ലിസിനൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ചോറ് കിട്ടും, എല്ലാ മാസവും ഉള്ളതാണ്. അപ്പം ഇന്ന് കിട്ടിയിരിക്കുന്നത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടോ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മറക്കാതെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കട്ടെ എന്നാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.